ഇപ്പൊ ഈ അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചില ഡയലോഗ് പറയും, ചില മൊമെന്റ്സ്. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അതൊട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. റിഹേഴ്സൽ ഉണ്ടാവില്ല ചിലപ്പോൾ. അങ്ങനെ ചെയ്യാനേ പാടില്ല. എന്താടാ പിന്നെ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്ടർ നിർബന്ധമായിട്ടും പറയണം. ഒന്നില്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം. ആരും പറഞ്ഞില്ലെങ്കിലും കട്ട് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞാൻ കട്ട് ചെയ്യും. എന്റെ അനുവാദമില്ലാതെ അതിന് തന്റെ അനുവാദം. എവിടെ തുടങ്ങണം എവിടെ നിർത്തണമെന്ന് അറിയാൻ വയ്യെങ്കിൽ പിന്നെ ഞാനീ പണിക്ക് വരുമോ? അപ്പൊ പിന്നെ സംവിധായകന്റെ ആവശ്യം എന്താ? അല്ലെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് ഓക്കെ എന്ന് പറയണം. അതല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റണം. അതെ അതെ. എന്താ വെറുതെ വരാതെ. അതല്ലാതെ അതൊരു കഴിവായിട്ടും അതൊരു മിടുക്കായിട്ടും വെക്കുന്നത് ഒട്ടും ശരിയായിട്ടൊരു കാര്യമല്ല. അത് ഏത് വലിയ നടനാണെങ്കിലും. പ്ലീസ് ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിടിവിട്. അല്ലാണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിനുള്ള ഡയലോഗുകൾ പറയാനായിട്ടല്ല അവിടെ ചെന്നത്. ഐ എം സോറി. നിയമനിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ പോയിരിക്കും. നമ്മുടെ ഡയലോഗ് ഇങ്ങനെ അപ്പൊ ഇയാൾ പറഞ്ഞു നിർത്തുന്ന ഡയലോഗിന്റെ അവസാന വാക്ക് ഇതാണ്. ആ വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഡയലോഗ് പറയേണ്ടത്. അത് ആ കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും. കറക്റ്റാണ്. കറക്റ്റാണല്ലേ? പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. അപ്പൊ ചിലപ്പോ നമ്മളിത് പറഞ്ഞൊപ്പിക്കുമായിരിക്കും, പക്ഷെ അത് നമ്മുടെ പറഞ്ഞൊപ്പിക്കലാവും. അപ്പൊ വീക്കാകുന്നത് ഈ നടനാണ്. അദ്ദേഹം അവിടെ ജയിക്കും, ഇവിടെ ഒരാൾ പരാജയപ്പെടും. എന്റെ ഒപ്പം എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ സ്വന്തമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഇടുക എന്ന് പറയുന്നത് ഒട്ടും നല്ല ലക്ഷണമല്ല. ഇനി ആ ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. വിവരമില്ലാത്ത ഒരു ഗുണപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. നമ്മൾ ചെല്ലുന്ന ഒന്നില്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് കൃത്യമായിട്ട് കേട്ടിരിക്കണം. അതല്ലെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞ അനുസരിച്ചേ മതിയാവും. ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. ഇല്ല മാഡം, ഇനി ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഈ മുകുന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നാ ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം.